എന്താടോ ഇവിടെ തന്നെ കിടക്കണേ? അല്ല ഡെയിലി ഇവിടെ കാണാലോ. അത് പഠിക്കും. പണിയുമില്ല, പൈസയില്ല. ഒരലാണ് പെണ്ണുങ്ങളെ കുത്തിരിക്കാനും സമ്മതിക്കൂല. അതിനെക്കൊണ്ട് ഇത്തിരി ബീറടിച്ച് കുത്തിരിക്കാൻ വിചാരിച്ചേ. അപ്പൊ എനിക്ക് ബീറൊക്കെ അടിക്കാനുള്ള പൈസ ഉണ്ട്. ഇതൊക്കെ പൈസ കൊണ്ട് വാങ്ങി കിട്ടുന്നത് നല്ലത്. അതിനൊക്കെ പൈസ ഉണ്ടല്ലോ അടുത്ത്. ചേമ്പാ അത് അവിടെ നിന്നൊക്കെ ആരൊക്കെ കുടിച്ചാണ്ടാക്കി ഊറ്റിയാ ഇതാക്കി ഇങ്ങോട്ട് 2 റുപ്യയിലാക്കി ഊറ്റാ. അതാണിത്. അല്ല നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പണിക്കാൻ പറ്റുമോ? അതിനെന്ത് പണിയാണുള്ളത്? ഒരു പണി ഇറങ്ങിയാല് പണിക്ക് നിങ്ങൾ പോകുമോ? ആ അതിനെന്ത് പണിയാണുള്ളത് അറിയിച്ചോ? മൂപ്പർക്ക് ഇപ്പൊ മറ്റാ പണിയൊക്കെ വെച്ച് കൊടുത്താലോ? ഏത് പണി? അന്ന് ഇവിടെ മറ്റൊരു കേസ് ഇല്ലേ? ആ പണിയില്ലേ? അത് നല്ലൊരു പണിയാണല്ലോ. മുപ്പത് കേൾപ്പിച്ചു കൊടുക്കാം. എന്തോ 10 രൂപ കിട്ടിക്കോട്ടെന്ന്. ആയിക്കോട്ടെ അല്ലേ? അന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. അല്ലാടോ അപ്പൊ ഈ സ്ഥിരമായിട്ട് പണിക്കൊക്കെ പോകില്ല അവിടെ? ഓ സ്ഥിരം പണിയാട്ടോ. അവിടെ ലീവ് ഒന്നും ഉണ്ടാവില്ലേ? ആ മാസേ ഒരു 18 റുപ്യ 20 റുപ്യൻ്റെ ശമ്പളം കിട്ടും. പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ. പിന്നെ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഫ്രീ. പിന്നെ തിരിച്ചു വരുമ്പോഴേ എനിക്ക് നല്ലൊരു എമൗണ്ട് ആയിട്ട് ഇങ്ങോട്ട് പോരാ. അതിനെൻ്റെ അടുത്ത് വിസയും പാസ്പോർട്ടും ഒന്നും ഇല്ലല്ലോ. ടിക്കറ്റിനുള്ള പൈസയും ഇല്ല. ഏയ് അതിന്റെ ആവശ്യമൊന്നും അവിടെ ഇല്ലാന്ന്. പണിക്കുമല്ലേ? അതിനെന്തിന്റെ പണി നിങ്ങൾ പറയുന്നത്? എവിടെയാ പണി? അത് ഞാൻ പറഞ്ഞുതരാം. എന്താ അറിയോ? ഒന്നിക്കൽ മോഷണം നടത്തുക. അല്ലെങ്കിൽ ആ കടപ്പുറം കണ്ടേ അതാ ആ കടപ്പുറത്ത് അല്ല പക്ഷെ കഞ്ചാവ് കണക്കാട്ടോ. നമുക്ക് സ്ഥിരം ഒരു പണിയായി. മനസ്സിലായോ?